സൂപ്പർ താര സിനിമകൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് ഇത്തവണ വിഷു റിലീസായി തിയേറ്ററിലെത്തിയത്. മികച്ചതും സംവത്സര പ്രതികരണവുമായി സ്വന്തമാക്കി ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തി കുതിക്കുകയാണ് ഈ സിനിമകൾ. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഏഴാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നസ്ലിൻ ചിത്രമായ ആലപ്പുഴ ജിങ്കാനയാണ് കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്നത്. ഏഴാം ദിവസമായി ഇന്നലെ 2.35 കോടിയാണ് ചിത്രം നേടിയത്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് തമിഴ്, തെലുങ്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. നസ്ലിന്റെ പ്രകടനവും കയ്യടി ലഭിക്കുന്നുണ്ട്. തൊട്ടു പിന്നിൽ രണ്ടാമതായി ബേസിൽ ജോസഫ് ചിത്രമായ മരണബാസ് ആണ്. 0.68 കോടിയാണ് ചിത്രം ഇന്നലെ നേടിയത്. പതിയെ തുടങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ബേസിൽ ജോസഫ് ചിത്രം ആദ്യ ദിനത്തിൽ 1.1 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായി ട്രാക്കർമാരെ സഞ്ജിക്കിന്റെ റിപ്പോർട്ട്. മലയാളത്തിലും തമിഴുമായി 3 ചിത്രങ്ങൾ ക്രാഷ് റിലീസ് ചെയ്ത മികച്ച കളക്ഷൻ തന്നെയാണ് മരണവാസന് നേടാനായിട്ടുള്ളത് എന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മമ്മൂട്ടി ചിത്രമായ ബസൂക്കയ്ക്ക് 0.37 കോടി മാത്രമാണ് നേടാനായത്. നവാഗതനായ ഡിനോ ഡെന്നി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക. മമ്മൂട്ടിയോടൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ ഇതുവരെ ചിത്രം 20 കോടി നേടി എന്നാണ് റിപ്പോർട്ട്. അജിത് ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിക്കും കേരളത്തിൽ നല്ല കളക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇന്നലെ 0.21 കോടിയാണ് സിനിമയുടെ ഇന്നലത്തെ നേട്ടം. റിലീസ് ചെയ്ത് ഏഴാം ദിവസം കഴിയുമ്പോൾ 3.63 കോടിയാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ. വളരെ നാൾക്ക് ശേഷം കേരളത്തിൽ വിജയം കൈവരിക്കുന്ന അജിത് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. മുൻപിറങ്ങിയ വിടാമുറിച്ച കേത്തിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാനായില്ല.